من هو محمد صلى الله عليه وسلم. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആര് എന്നാണ് ഷെയ്ഖ് ചോദിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ മുഹമ്മദ് ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന സർവ്വ ആളുകൾക്കും അതുപോലെ തന്നെ ആദരണീയനും ആളുകൾ അറിയപ്പെടുകയും ചെയ്ത ഒരു മഹാപ്രവാചകനാണ്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം, മനുഷ്യർക്കിടയിൽ മുഹമ്മദ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ പ്രവാചകൻ എന്ന രീതിയിൽ ആളുകൾ അതിനോട് ആ പ്രവാചകനെ കാണുന്നു. അത് മുസ്ലിങ്ങൾക്ക് വേണ്ടി നിയോഗിച്ചവനല്ല ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മറിച്ച് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, സർവ്വ മനുഷ്യർക്കും വേണ്ടിയാണ് ആ പ്രവാചകൻ തൻ്റെ സന്ദേശം പ്രചരിപ്പിച്ചത്. എല്ലാ മനുഷ്യരിലേക്കും ആ ലോകത്ത് മാത്രമല്ല, കഴിഞ്ഞു പോയ ഈസ, ജീസസ്, മോസസ്, മൂസ അലൈഹിസ്സലാം, അതുപോലെ തന്നെ ഇബ്രാഹിം, അബ്രഹാം അലൈഹിസ്സലാത്തു വസ്സലാം തുടങ്ങിയ മുഴുവൻ പ്രവാചകന്മാരെക്കുറിച്ചും ഇസ്ലാമിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ പ്രത്യേകമായ ഒരു ജനവിഭാഗത്തിലേക്കായിരുന്നു. എന്നാൽ ഉർസിൽതു ഇലന്നാസി ആമ്മ, സർവ്വ മനുഷ്യരിലേക്കുമുള്ള പ്രവാചകനായിട്ടാണ് അള്ളാഹു എന്നെ നിയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സർവ്വ ആളുകളും അംഗീകരിക്കേണ്ടത്, ഫോളോ ചെയ്യേണ്ടത് ആ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുപോലെ തന്നെ അദ്ദേഹമാണ് പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അന്തിമനാണ്, ഖാത്തിമുൻ നബിയ്യീൻ, അഥവാ പ്രവാചകന്മാരുടെ ശൃംഖലയിൽ അദ്ദേഹത്തോടു കൂടി മുദ്ര വെച്ചിരിക്കുന്നു. ഇനിയൊരു പ്രവാചകനില്ല. അപ്പോൾ അന്ത്യനാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരും സന്മാർഗത്തിന് വേണ്ടി സ്വീകരിക്കേണ്ടതും ആ പ്രവാചകൻ മുഹമ്മദിനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ചുരുക്കത്തിൽ ആ സർവ്വ മനുഷ്യരിലേക്കും നിയോഗിക്കപ്പെട്ട അന്ത്യനാൾ വരെയുള്ള ആളുകൾക്കും മാർഗദർശനം പഠിപ്പിച്ച ഒരു പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. عظيم هذا الرجل صلوات ربي وسلامه عليه الصلاة والسلام. نسأل الله سبحانه وتعالى يجعلنا من المتمسكين بسنته اللهم ومن اتباع ملته ومن يحشر في زمرته اللهم صل وسلم. ونسقينا من يده الكريم شربة هنيئا نظمع بعد هذا واجعلنا ممن أحبه المرء يحشر مع من أحب. اللهم صل.